വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. ആ ചേട്ടാ, കല്യാണ തീയതി ഇങ്ങ് അടുത്ത് വരിക. പറഞ്ഞ തീയതിക്ക് തന്നെ പണം കൊടുക്കണ്ടേ? ഒരു പെങ്കുച്ചിന്റെ കാര്യാ. സാറാ, ഈ തോമസ് നിന്റെ ആങ്ങളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും, അല്ലാതെ വെറും വാക്ക് പറയില്ല. എനിക്കത് കേട്ടാ മതി. കേട്ടാ മാത്രം മതിയോ? അങ്ങനെയാണെങ്കിൽ എത്ര വട്ടം വേണേലും പറയാം. എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു തമാശ. എന്നാലേ ഈ കാര്യത്തിൽ തമാശ വേണ്ട. ഓ, സമ്മതിച്ചു. ഏത് മോശം സമയത്താണാവോ ചേട്ടനാ പീറ്ററുമായിട്ട് ചേർന്ന് തുണിക്കട നടത്താൻ തോന്നിയത്. ഒടുവിൽ പലിശയും കടവും എല്ലാം കൂടിയപ്പോ എല്ലാം അടച്ചുപൂട്ടേണ്ടി വന്നില്ലേ? എന്റെ സാറേ, കുഴപ്പത്തിൽ കലാശിച്ച കാര്യത്തെപ്പറ്റി പറഞ്ഞ് ഉള്ള സമാധാനം കളയാന്നല്ലാതെ വേറെ വല്ലതും നടക്കുവോ? ഒന്നുകൊണ്ടും പഠിക്കാത്തവരോടെ മുന്നേ സംഭവിച്ച പരാജയം ഓർമ്മിപ്പിക്കുന്നത് നല്ലതാ. പരാജയങ്ങൾ ഓർമ്മിപ്പിച്ച വിജയങ്ങൾ ഉണ്ടാവുന്ന നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊന്നും പറയുന്നില്ലേ. സമയത്തിന്, അതായത് ആ കൊച്ചിന്റെ കല്യാണത്തിന് മുമ്പ് ചേട്ടൻ കാശ് കൊടുത്താ മതി. എന്താളിയാ, എന്തെങ്കിലും സീരിയസ് കാര്യമാണോ? എന്താ? അതെ, കുറച്ച് സീരിയസാ. എന്താണെങ്കിലും പറയ്. കാശിന്റെ കാര്യം വലുതാണോ? സിറിലിന് മനസ്സിലായല്ലേ? ഈ സമയത്ത്, അതും എന്നോട് മാത്രമായിട്ട് അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാ. പക്ഷേ കാശ് റെഡിയായില്ലെന്ന് മാത്രം പറയരുത്. ഇനി 12 ദിവസമേ കല്യാണത്തിനുള്ളൂ. നാളെ മനസ്സമ്മത. ഒരു വിധത്തിലും ഞാൻ വിചാരിച്ച നടക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ടായി ഇത് പറയുന്നേ. ഒരു വക മര്യാദയില്ലാത്ത വർത്താനം പറയരുത്. നിങ്ങളുടെ ഒരു ആവശ്യം വന്നപ്പോഴേ മുന്നും മിന്നും നോക്കാതെ ഞാൻ പണം എടുത്തു തന്നതാ. എന്നോട് ഈ ചതി ചെയ്യരുത്. അങ്ങനെ എൻ്റെ മകളുടെ കല്യാണം എങ്ങാനും മുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും പറയും എന്ന് പറയാൻ പറ്റില്ല. അല്ല, എന്റെ അവസ്ഥ അതായിപ്പോയി. അതാ. എടോ, കല്യാണം ഉറപ്പിച്ചപ്പോ 1.5 മാസം മുമ്പ് ഞാൻ പറഞ്ഞതല്ലേ? അപ്പൊ താൻ അതിനെ സീരിയസ് ആയി കണ്ടില്ല. അതാ ഇങ്ങനെ പറയുന്നത്. അല്ല, അങ്ങനെ പറയരുത്. ഞാൻ അളിയൻ പറയുന്നത് പോലെ പറയാം. പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു കൂടി അളിയൻ പറഞ്ഞു തന്നിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞ സമയത്ത് ഇത് പറയണ്ടേ? അതല്ലേ നേരിന്റെ വഴി. ഇത് ചതിയാ, ചതി. പണത്തിന്റെ കാര്യത്തിൽ ഇതെങ്ങാനും മുടങ്ങിയ 1 നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. അത് ഓർത്തോ. 1-2 രൂപയല്ല, 3 ലക്ഷം രൂപയാ. ഈ സമയത്ത് ഞാൻ എവിടെ പോയി ഉണ്ടാക്കും? ഞാനിനി എന്താ പറയാ? ഞാൻ ശ്രമിക്കാമെന്നല്ലാതെ ഉറപ്പ് പറയാൻ പറ്റില്ല. ഉറപ്പ് പറയണം. ഇതിനെല്ലാം കാരണക്കാരിയേ അവളാ, എന്റെ പെങ്ങള്. അവളെന്ത് പറയുന്നു നോക്കട്ടെ. സാറായിക്കൊന്നും അറിയില്ല.
ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ പണം സിറിലിന് കൊടുത്താളാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഇത്തരം വർത്താനം പറയുന്നത് എന്തിനാ? പണം തന്നാ പോരെ? അത് പിന്നെ ഞാൻ ഒന്നും പറയണ്ട, എനിക്ക് എൻ്റെ പണം കിട്ടണം. ഈ വക ചീപ്പ് വർത്താനം പറഞ്ഞ് നിൽക്കാനേ എനിക്ക് നേരമില്ല. ഇനി ഇവിടെ നിന്ന് ഈ രീതിയിൽ തൻ്റെ സംസാരമെങ്കിലേ ഞാൻ വല്ല അവിവേകവും ചെയ്യും. തൻ്റെ ചേട്ടനെയും അനിയനെയും എൻ്റെ പെങ്ങളെയും എല്ലാവരും ഞാനിത് അറിയിക്കും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. സിറില പറയണത്. ആ അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക. നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം. പ്രഭാഷകൻ 29-ാം അധ്യായം 2-ാം വാക്യം. മൂന്ന് ലക്ഷം പോയിട്ട് ഒരു 3000 രൂപ പോലും തികച്ചെടുക്കാൻ എൻ്റെ കയ്യില്ല ചേട്ടാ. ആകെപ്പാട് നല്ല ടൈറ്റിലാണ് ഞാൻ. ഛെ, ഇതിപ്പോ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ലല്ലോ. എന്താ ചേട്ടാ കാശിന് ഇത്ര അത്യാവശ്യം? അത് പിന്നെ ഞാൻ എൻ്റെ അളിയന്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം വാങ്ങിച്ചിട്ടല്ലേ നമ്മളാ തുണിക്കട തുടങ്ങിയത്. നിന്റെ പൊട്ട ബുദ്ധിക്ക് ഞാനും കൂടേണ്ട യാതൊരു കാര്യമില്ല. ചേട്ടാ അങ്ങനെ ഒന്നും പറയരുത്. കടപൊട്ടി പാളീസായി. എൻ്റെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപ പോയില്ലേ? എല്ലാവർക്കും എല്ലാ ബിസിനസ്സൊന്നും ശരിയായി വരണമെന്നില്ല ചേട്ടാ. ആ ചേട്ടൻ സുഹൃത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ കച്ചവടം നടക്കട്ടെ, നല്ല കമ്മീഷൻ കിട്ടുമല്ല. ഓ, നീ ഒന്നും മിണ്ടായിരുന്നേ. നീ കൊടുന്ന പാർട്ടിയല്ലേ, അതെങ്ങനെ നടക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അല്ല, അവര് കണ്ടിട്ട് പോയല്ലേ ഉള്ളൂ. ചേട്ടൻ ആളിയോട് കുറച്ചും കൂടി അവധി ചോദിക്ക്. എടാ, നിനക്ക് കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാവായിട്ടാ. 12 ദിവസം കഴിഞ്ഞാലേ അളിയന്റെ മകളുടെ കല്യാണ. അളിയൻ ഇപ്പൊ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയിരിക്കുക. ഇത്രയും ദിവസം കൊണ്ട് എന്ത് ചെയ്യാണ് ചേട്ടാ? ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അതെ, ഇനിയൊരു വഴിയുള്ളൂ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യോഹന്നാൻ 14-ാം അധ്യായം 1-ാം വാക്യം. ഇയാൾ എന്ത് തീരുമാനിച്ചെന്നാണ് ഈ പറയണത്? ഇനി വേറെന്തെങ്കിലും? ഏയ്, അതൊന്നും ആയിരിക്കൂല. നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ? ഈ അവസാന സമയത്ത് ചെന്ന് ചേട്ടനോട് കാശ് കൊടുക്കാൻ റെഡി ആയില്ലെന്ന് പറയാൻ. ഓഹോ, അപ്പോഴേക്കും വിളിച്ചോ? ഇപ്പൊ ചേട്ടൻ വിളിച്ചതാണോ കുറ്റം? അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് കാശ് കൊടുക്കാതിരുന്നതോ? എന്നോട് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്തിന് കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ചേട്ടന്റെ അടുത്ത് എന്ന് അവധി പറയാനായിരുന്നു നിങ്ങളുടെ പ്ലാൻ അല്ലേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ പാവം ഒരു വഴിയില്ലാണ്ട് നിൽക്കുക. നമ്മൾ കാരണം കല്യാണം മുടങ്ങിയെന്ന് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളൊക്കെ പറഞ്ഞ ഞാനൊന്നും പറയുന്നില്ല. എടി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾ ആ പണം കൊണ്ടുപോയി കൊടുത്തിട്ട് വർത്താനം പറഞ്ഞാ മതി. പിന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. യാക്കോബ് 4-ാം അധ്യായം 8-ാം വാക്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ പാവം ഒരു വഴിയില്ലാണ്ട് നിൽക്കുക. നമ്മൾ കാരണം കല്യാണം മുടങ്ങിയെന്ന് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളൊക്കെ പറഞ്ഞ കല്യാണം കഴിയുന്നവരെ വല്ലയിടത്തും വേഷം മാറി നടക്കാം, അല്ലാതെ ഒരു വഴിയില്ല.
ആ അതേ അത് ചേട്ടൻ പറഞ്ഞ മാതിരി തന്നെ ചെയ്യാന്നേ, ഒരു കുഴപ്പമില്ലെന്ന്. ആ ഞാനല്ലേ പറയണത്. ഇവനോ? നമ്മളിതൊക്കെ 1-2 പ്രാവശ്യം ഇവൻ എന്റെ മുമ്പിൽ തന്നെ വന്ന് പെടുന്നത്. ഈ പിശാശ് ഇന്ന് തന്നെ ഉപദ്രവിക്കാവോ? അപ്പൊ എല്ലാം പറഞ്ഞു. ആ ശരി ശരിയായി. ആഹാ നീ ഇവിടെയും വന്നല്ലേ? എടാ എന്നെ കണ്ടപ്പോ മാറി നിൽക്കണല്ലേ? ഇങ്ങോട്ട് തിരിയടോ. എന്തിനാണെന്നറിയാമോ? ഒരിടത്തൊന്നും മോഷ്ടിക്കാതിരിക്കാൻ. മനസ്സിലായടാ? ഇതാ ഇത് പിടിച്ചോ. എന്താ പിടി. ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. പ്രഭാഷകൻ 19-ാം അധ്യായം 5-ാം വാക്യം. ചേട്ടോ ആ എന്തൊക്കെയുണ്ട് ചേട്ടാ? ആ സാബു. ആഹാ ഇവിടെ അളിയൻ്റെ വീട്ടിൽ വന്നായിരിക്കും അല്ലേ? ആ എന്നാണ് മോളുടെ കല്യാണം? എന്നാണ്? അടുത്ത മാസം ആദ്യ. ആ ഹാ ഹാ എപ്പോ വന്നു ചേട്ടൻ? എന്നിട്ട് ഒരു മണിക്കൂറായി ഓ കാണും. എന്നിട്ട് പെട്ടെന്ന് പോകുന്നത് എന്താ? അത് അല്ല തോമസ് ചേട്ടൻ അവിടെ ഇല്ലേ? കണ്ടിട്ട് 2-3 ദിവസമായി. അല്ല അത് പിന്നെ എന്താ ചേട്ടാ നിർത്തിക്കളഞ്ഞത്? ഒന്നുമില്ല. എങ്കിൽ ചേട്ടാ ഞാൻ ചെല്ലട്ടെ. ആ ആ അതെ സാബു, ചേട്ടൻ എന്താ പറ്റിയത്? അത് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് സാബു. എന്ത് പ്രശ്നം? അതെ, അളിയൻ 3-4 ദിവസമായിട്ട് വീട്ടിൽ ചെന്നിട്ടില്ല എന്നാ പെങ്ങള് പറയണത്. അപ്പൊ വിളിച്ചില്ലേ? അപ്പൊ വിളിച്ചു, പക്ഷെ മൊബൈൽ ഓഫാ. എന്നിട്ട് എങ്ങോ അന്വേഷിച്ചില്ലേ? ഇപ്പോഴാ പെങ്ങളീ കാര്യം പറയണത്. അല്ലേ ചേട്ടാ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് അവര് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? അവര് തമ്മില് തോമസ് പോകുന്നതിന് മുമ്പ് വഴക്കിട്ടിരുന്നു. ആ അത് പറയ്. അപ്പൊ അത് തന്നെ കാരണം. അല്ല ബന്ധുക്കളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചില്ലേ? അതില്ല. ഇതെന്ത് പണിയാണ് ചേട്ടാ ചെയ്തത്? ആ ഫോൺ എടുത്തിട്ട് പോകാൻ സാധ്യതയുള്ള ബന്ധുക്കളെയും കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കേ. അല്ല ഞാനേ ആ പീറ്ററിനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. എവിടെ? ഇത് സ്വിച്ച് ഓഫ് ആണ്. അല്ല ആരായി പീറ്റർ? ഈ തോമസ് ചേട്ടന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ. ഓ, അവനെ വിളിച്ചിട്ട് കിട്ടണമില്ല. ചേട്ടൻ ഇവിടെ നില്ലേ? ഞാനേ അവൻ വീട്ടിലുണ്ടോ എന്ന് പോയി നോക്കട്ടെ. അവനാവുമ്പോ എന്തെങ്കിലും അറിയാതിരിക്കാൻ വഴിയില്ല. ചേട്ടൻ ഇവിടെ നിൽക്കും, ഞാൻ പറയാം. ഹലോ. ആ അതെ. ഇല്ല, അന്വേഷിക്കുന്നുണ്ട്. ആ ശരി, പറയാം. ആ സാബുവാ. എടാ നീ ആ തോമസ് ചേട്ടനെ കണ്ടായിരുന്നു? ഒരു 6-7 ദിവസം മുമ്പ് ഞാൻ അവനെ കണ്ടതാണ്. ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ അവൻ്റെ വീട്ടിൽ പോയിരുന്നു. അത് വേറൊരു കാര്യത്തിനാണ്. പക്ഷേ അവിടെ ചിലപ്പോൾ അവനുണ്ടായിരുന്നില്ല. എന്താടാ? അല്ല ഈ ആള് കുറച്ച് ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. മിസ്സിങ്ങാ? ആ അങ്ങേരെ കാണാനില്ലെന്നും പറഞ്ഞേ അയാളുടെ ഭാര്യയുടെ ആങ്ങളെ, അതായത് ഈ തോമസ് ചേട്ടന്റെ അളിയനെ വിളിച്ചു വരുത്തിയിരിക്കുക. ഈ പറഞ്ഞ ആങ്ങള സിറിലേട്ടനുണ്ടല്ലോ, എന്റെ പഴയ സുഹൃത്താ. പുള്ളീനെ ഞാനിപ്പോൾ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പുള്ളി വിവരം പറയുന്നത്. അല്ല നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്? ആണോ? അയ്യോ ഞാൻ നോക്കിയിരുന്നില്ല. എങ്കിൽ നോക്കിയൊന്ന്. എന്നിട്ട് നീ ഒന്ന് റോട്ടിലേക്ക് വാ. ആ സിറിലേട്ടൻ അവിടെ ഉണ്ട്. നീ എന്താ ആലോചിക്കണത്? അത് ഞാൻ ഫോൺ എടുക്കട്ടെ ആദ്യം. വരുന്നു.
എടാ അതേ ഏ? വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഏ? എന്താടാ? അല്ല, ഈ പറയുന്ന അളിയനോട് ഏ? തോമസ് ഏട്ടൻ 3 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ, അളിയന്റെ മകളുടെ കല്യാണത്തിന് മുമ്പ് തിരികെ കൊടുക്കാൻ ഒരു വഴിയില്ലെന്ന് പറഞ്ഞിട്ട് തോമസ് ഏട്ടൻ നല്ല ടെൻഷനിലായിരുന്നു. അല്ലെന്ന് ഈ കാര്യം പറഞ്ഞ് അവര് തമ്മിൽ എന്തോ സുരക്ഷിതയില്ലായ്മ എന്തോ ഉണ്ടായിട്ടുണ്ട്. ആഹാ, ആ അതിനിടയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നല്ലാണ്ട്. അത് ഇയാള് പറഞ്ഞില്ല എന്നോട്. അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായിരുന്നു പറഞ്ഞു. ഉം. പക്ഷേ ആ കാശ് തിരിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞങ്ങൾ ഇടനിലക്കാട്ട് നിന്നിട്ട് ഒരു സ്ഥലത്തിന്റെ കച്ചവടം നടത്തിയിട്ടുണ്ട്. ആ കാശ് കൊണ്ടുപോയിട്ട് 2 ദിവസം മുമ്പ് വൈഫിന്റെ കൈ കൊണ്ട് കൊടുത്തേ ഉള്ളൂ. അന്ന് പക്ഷെ ഈ ചേച്ചി ഇവരൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. വാ, ഏതായാലും നമുക്ക് അയാളോട് സംസാരിക്കാം. അല്ലടാ, പുള്ളിഞ്ഞു അല്ല. അങ്ങനൊന്നും ഉണ്ടാകില്ല. അല്ലെന്ന് പുള്ളി എന്തിനാണ് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാത്തത്. ഞാൻ പണം കൊടുത്ത വിവരം പറയാൻ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആണ് ഫോൺ. പണം കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഇനി വല്ല അങ്ങനൊന്നും ഉണ്ടാകില്ല. നീ വാ. ആ ചേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ ഈ പീറ്റർ. അല്ല ചേട്ടാ, നിങ്ങള് അളിയനും അളിയനും തമ്മിൽ എന്തോ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നെന്നോ, അതിന് ചേട്ടൻ ഈ തോമസ് ചേട്ടനോട് എന്തോ കനിച്ചെന്നൊക്കെയാണല്ലോ ഈ പീറ്റർ പറയണത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉവ്, മോളുടെ കല്യാണത്തിന് തരാമെന്നും പറഞ്ഞ് കുറച്ച് നാൾ മുമ്പ് 3 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് തോമസ് വാങ്ങിയിട്ടുണ്ട്. അത് കല്യാണത്തിൻ്റെ സമയത്ത് തരാനുണ്ടാകില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തോമസിനോട് ദേഷ്യപ്പെട്ടു. ആ, അപ്പൊ ഭാര്യയോട് വഴക്കൂടിയത് ഇതിനായിരിക്കും. അതെ, ക്യാഷ് കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നു. പക്ഷെ അത് തോമസ് ചേട്ടൻ അറിയില്ലല്ലോ. ആ, അപ്പൊ അതും ശരിയാണല്ലോ. ആ, അപ്പൊ ഈ കാശിന്റെ കാര്യം പറഞ്ഞാണ് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടി പുള്ളിനെ കൊണ്ട് ഈ പാതകം ചെയ്യിച്ചിരിക്കുന്നത് അല്ലേ? എന്ത് പാതകം? തോമസിന് എന്താ പറ്റിയേ? എന്തു പറ്റിയടാ? അല്ല, ഈ കാണാണ്ടിരിക്കുന്ന അവസ്ഥയെ പറ്റി പറഞ്ഞാണ് ഞാൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വാ തുറക്കരുത്. പ്രഭാഷകൻ 5-ാം അധ്യായം 12-ാം വാക്യം. ഇപ്പോ ഇത്ര ദിവസം കാണാഞ്ഞതുകൊണ്ട് പോലീസ് സ്റ്റേഷനൊക്കെ ഒന്ന് അറിയിക്കാമായിരുന്നു. പിന്നെ അത് തീർച്ചയായിട്ടും വേണം. പിന്നെ അല്ലേ, പിന്നെ നാളെ ഒരിക്കൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടാകാൻ? അല്ല, ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല. ഈ പോലീസ് ചോദിക്കും ഓരോന്നും. അത് ശരി. എങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് പോവാം. നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് സ്റ്റേഷൻ വരെ വരാം. എന്താ നമുക്ക് പോയാലോ? പോവാ, പിന്നെന്താ പോവാ. എന്നാ വാ. നിനക്ക് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ല? എന്തെങ്കിലും കുഴപ്പം കാണിച്ചാലുണ്ടല്ല. ഓ, ഒന്നും മുണ്ടാണ്ടിടപ്പാ. ഈ പ്രാന്തപ്പനെ കൂടെ തലപിടിക്കുന്നവർക്ക് താണൂലേ? അല്ല ഏട്ടാ, ചേട്ടന്റെ ഫോണിൽ നിന്നേ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടേക്ക്. പണം ഭാര്യ കൊണ്ട് തന്നോളൂന്നും പറഞ്ഞിട്ട്. അത് ശരിയാ. എപ്പോഴെങ്കിലും ഈ തോമസ് ചേട്ടൻ മൊബൈൽ ഓൺ ചെയ്ത് കഴിയുമ്പോഴേ ഇത് കേൾക്കാൻ സാധ്യതയുണ്ട്. അളിയ നമസ്കാരം, ഇത് ഞാനാ സിർല്. പണം 3 ലക്ഷം രൂപ സാറ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഈ മെസ്സേജ് കേട്ടിട്ട് എന്നെ വിളിക്കണേ. ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇത് കലക്കയുടെ വീട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലല്ല ഉറപ്പായിട്ടും വിളിച്ചിരിക്കും. അല്ല, ഞാനിത് പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞാണേ. അളിയാ, അളിയനാ എന്റെ കയ്യിന്ന് താൻ മേടിക്കോട്ടാ. അളിയാ, ഇത് ഞാനാ തോമസ്. സാബു, അളിയനെന്ത് ഈ വേഷത്തില്? അളിയാ, എന്റെ കയ്യില് കാശ് തരാൻ ഇല്ലാത്തോണ്ട് 3-4 ദിവസമായിട്ട് ഈ വേഷം കെട്ടി ഒളിച്ചു നടക്കായിരുന്നു, വീട്ടിൽ പോലും പോവാണ്ട്.
എന്റെ ചേട്ടാ നമ്മൾ തമ്മിൽ ബ്രോക്കർ എന്ന സ്ഥലമില്ലേ, അത് കച്ചവടം പോയി. അതിന്റെ കമ്മീഷൻ വകയായ കാശ് 5 ലക്ഷം രൂപ ഞാൻ ചേച്ചിയെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഉടനെ വീട്ടിലേക്ക് പോവാം. അവള് പെങ്ങള് ആകെ വിഷമിച്ചിരിക്കുക. അത് നല്ല കാര്യം. ചെല്ലി പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാം. അളിയ അളിയ ഒരു മിനിറ്റ്. അപ്പൊ എടാ നീ വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇതാ നീ പലപ്പോഴായിട്ട് തന്ന 30 രൂപ നബിടി. ഇത് നിനക്ക് ഇരിക്കട്ടെ. വാളിയാ ഇയാൾക്ക് ശരിക്കും വട്ടായ. ഏയ് അയാൾക്ക് വട്ടൊന്നുമില്ല. നിന്നെ ചൊല്ലിയത് ഇയാള് ഒറിജിനല് വട്ടനാണെന്ന് കരുതിയിട്ട് ഞാൻ ഇടക്ക് പിടിച്ച് 2 പൊട്ടിക്കുമായിരുന്നേ. അപ്പൊ നിനക്ക് എല്ലാം കൂടി തിരിച്ചു തന്നാണ്. നിനക്ക് അത്യാവശ്യം ഉറപ്പും. നീ ഒരു കാര്യം ചെയ്യും, അയാളുടെ മുണ്ടും ഷർട്ടും തൊപ്പിയും കൂടി മേടിച്ച് വെച്ചോ. നിനക്ക് നല്ല ചേർച്ചരിക്കും. വീട്ടിൽ പോകാൻ നോക്കണേ. പ്രവൃത്തിക്കൊത്ത് അവിടുന്ന് മനുഷ്യന് പ്രതിഫലം നൽകുന്നു. അർഹതയ്ക്കൊത്ത് അവന് ലഭിക്കുന്നു. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല. സത്യം. ജോബ് 34-ാം അധ്യായം 11-12 വാക്യങ്ങൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.